ഹലോ, ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് ഒരു 9 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് ഡേ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ദിവസത്തിൻ്റെ പകുതി അത്രേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് മടിയൊക്കെ വന്ന് അപ്പം എനിക്ക് വ്ളോഗ് എടുക്കാനൊരു താല്പര്യമില്ലായിരുന്നു. ഒരു കളർ പെൻസിലിൻ്റെ ഓർഡർ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ സ്കെച്ചിങ് ഒക്കെ ഞാൻ മുന്നേ ഇരുന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിക്ചർ കളർ ചെയ്യാമെന്ന് വിചാരിച്ച് ആ പിക്ചർ എടുത്തുകൊണ്ട് വന്ന് ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കളറ് ഡോംസിൻ്റെ കളർ പെൻസിലാണ് കേട്ടോ. ഈ കളറ് അത്യാവശ്യം നല്ല കളറാണ്. നമുക്ക് കുറഞ്ഞ പ്രൈസിലൊക്കെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളറാണ്. വർക്ക് ഞാൻ എപ്പോഴും ഒറ്റയടിക്കിരുന്ന് കംപ്ലീറ്റ് ചെയ്യില്ല. പെട്ടെന്ന് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ, അതായത് നമുക്ക് പെട്ടെന്ന് ചെയ്തു തരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അങ്ങനെയൊക്കെ ഉള്ള വർക്കുകളാണെങ്കിൽ മാത്രമേ ഞാൻ പെട്ടെന്ന് ചെയ്തു കൊടുക്കുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ സമയമെടുത്ത് ഇങ്ങനെ വരയ്ക്കലാണ്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് നേരം കളർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നെ അടുത്ത ദിവസം ചെയ്യാതെ വിചാരിച്ചിട്ട് കുറച്ച് ചെയ്തിട്ട് മതിയാക്കി. ആദ്യം നമ്മൾ കൊടുക്കുന്ന പെൻസിൽ യെല്ലോ ആണ്. യെല്ലോ ഓക്കറാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കളർ ടോണ്. ഇത് സ്കിന്നിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ടോണാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ ഇതിൻ്റെ മുകളിലും മറ്റ് കളേഴ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ ആ സ്കിന്നിൻ്റെ ആ ടോണിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഓരോ വ്യക്തിയുടെയും സ്കിൻ ടോണിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കളേഴ്സ് ആഡ് ചെയ്ത് ആ സെയിം സ്കിൻ ടോണ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണ സമയത്ത് ഒരു വശം മാത്രം ആദ്യം ചെയ്ത് തീർക്കുക, എന്നിട്ട് അടുത്ത ഭാഗം ചെയ്ത് തീർക്കുക. പിന്നെ എടുക്കുന്ന ടോണ് ലൈറ്റ് ബ്രൗൺ ആണിത്. ഇത് നമുക്ക് ഇനി ഈ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം. ഈ നെറ്റീൻ്റെ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഡാർക്ക് വരും. അവിടെ ചെറിയ ചെറിയ ഹെയറുകളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ആ സ്കിന്നിൻ്റെ ഒരു ഡാർക്ക് പോർഷൻ നമുക്കവിടെ കാണാൻ പറ്റും. അതും കൂടെ ഇതിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡും കൂടെ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ചൊരു ലൈറ്റ് പിങ്ക് കൊടുക്കാം. ഞാൻ എപ്പോഴും ടേബിളിൽ ഒരു കുപ്പി വെള്ളം വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് എപ്പോഴും വെള്ളത്തിന് തയ്ക്കുന്നതുകൊണ്ട് കുപ്പിയിൽ വെള്ളം വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് തീർന്നപ്പോൾ പിന്നെ അത് നിറച്ച് കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പകുതി ഞാൻ അപ്പം തന്നെ കുടിച്ച് തീർത്ത്. പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് അലക്കിയിട്ട്, അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്ര വരെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ.